ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹലോ ഫ്രണ്ട്സ്, ടിപ്സ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഓട്ടോ ക്ലിക്കർ എന്ന ഈ ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ്റെ കൺട്രോൾ ബാർ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഈ ഒരു ആപ്ലിക്കേഷൻ വാട്സപ്പ്, ഫേസ്ബുക്ക്, IMO തുടങ്ങിയ മെസ്സഞ്ചറുകളിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ആപ്ലിക്കേഷൻ നമ്മുടെ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ ഈ ഒരു കൺട്രോൾ ബാറിൻ്റെ അകത്ത് മുകളിലായിട്ട് ഒരു പ്ലേ ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ഞാൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജുകൾ ഇങ്ങനെ സെൻഡ് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമുക്ക് എത്ര മെസ്സേജ് വേണമെന്നുണ്ടെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യാതെ ഇതുപോലെ മെസ്സേജുകൾ സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഞാനത് പോസ് ചെയ്യുന്ന സമയത്ത് അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇതുപോലെ വീണ്ടും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് വീണ്ടും ആ മെസ്സേജുകൾ സെൻഡ് ആയിക്കൊണ്ടേയിരിക്കും. ഏതായാലും നമുക്ക് എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതെന്ന് വീഡിയോ കണ്ട് തന്നെ മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ മുകളിലായിട്ട് കാണിച്ചിട്ടുണ്ട്. വളരെ സൈസ് കുറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. 3 MB കുറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ആക്സസിബിലിറ്റി സർവീസ് ഓക്കെ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് ഇവിടെ ഓക്കെ ബട്ടൺ അമർത്തുക. അതിനുശേഷം നമ്മളിവിടെ ഒരു താഴെയായിട്ട് ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനായിട്ട് താഴെ നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഐക്കൺ കാണാൻ സാധിക്കും. ഓട്ടോ ക്ലിക്കർ എന്ന ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെയായിട്ട് ഇവിടെ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു പെർമിഷൻ നമ്മളിവിടെ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഇൻ്റർഫേസ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുക. മുകളിലായിട്ട് നമുക്ക് കാണാം സിംഗിൾ ടാർഗറ്റ് മോഡ് എന്ന ഭാഗത്ത് താഴെയായിട്ട് എനേബിൾ എന്ന് കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം നമ്മൾ ഒന്ന് എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു കൺട്രോൾ ബാർ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എനേബിൾ എന്ന് വീണ്ടും കാണാൻ സാധിക്കും. മൾട്ടി ടാർഗറ്റ് മോഡ് എന്നതിന് താഴെയായിട്ട് ഈ ഒരു ഭാഗം കൂടി നമ്മൾ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കൺട്രോൾ ബാറിൻ്റെ രൂപം മറ്റൊരു രീതിയിലായിട്ട് മാറിയിട്ട് കാണാൻ സാധിക്കും. ഇനിയാണ് നമ്മൾ നമ്മുടെ വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ആർക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യേണ്ടത് അവരുടെ ചാറ്റ് ബോക്സ് ഓപ്പൺ ചെയ്തിട്ട് താഴെ നമ്മുടെ കീബോർഡ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെക്കുക. അതിനുശേഷം നമ്മുടെ മുകളിലുള്ള ഈ ഒരു കൺട്രോൾ ബാർ കാണാൻ സാധിക്കും. കൺട്രോൾ ബാറിൽ താഴെയായിട്ട് നമുക്കൊരു എയറോ ഐക്കൺ കാണാൻ സാധിക്കും. ഈ ഒരു ഭാഗം ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ടൈപ്പ് ചെയ്ത് നോക്കാം. ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലായിട്ട് ഈ ഒരു കൺട്രോൾ ബാറിൻ്റെ രണ്ടാമത്തെ ഓപ്ഷൻ കാണാം, പ്ലസ് ഐക്കൺ. നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സർക്കിളാണ് കിട്ടുന്നത്. ഈ ഒരു സർക്കിൾ വഴിയാണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്. നമുക്ക് ചെറിയൊരു വേർഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം, ടിപ്സ്. നമുക്ക് ടൈപ്പ് ചെയ്യാനുള്ള ഭാഗത്തിന് നേരെയായിട്ട് ഈ ഒരു സർക്കിൾ കൊണ്ടുവച്ച് കൊടുക്കുക. ഇനി അടുത്ത വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മുടെ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുവഴി നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിവിടെ ടിപ്സ് എന്ന് തന്നെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് എത്ര വലിയ വേർഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഞാനിവിടെ ടിപ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുകൂടി നമ്മുടെ ഈ ഒരു പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന് നേരെ ഈ ഒരു സർക്കിൾ കൊണ്ടുവച്ച് കൊടുക്കുക. എന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു മെസ്സേജ് സെൻഡ് ആവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ഭാഗത്തിന് കൃത്യമായിട്ട് ഞാനിവിടെ വച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലുള്ള ഈ ഒരു പ്ലേ ബട്ടൺ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പോകുന്നത് കാണാൻ സാധിക്കും. ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ള ടിപ്സ് എന്നത് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിവിടെ പോകുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നൊന്നുമില്ല, കൃത്യമായിട്ട് ഈ ഒരു മെസ്സേജ് ഇവിടെ സെൻഡ് ആവുന്നുണ്ട്. ഇനി നമുക്കിത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിലുള്ള ഈ ഒരു പോസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ, അതായത് ആ ഒരു പ്ലേ ബട്ടൺ വീണ്ടും നമ്മൾ അമർത്തി കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവുന്നതായിരിക്കും. ഇനി വീണ്ടും നമ്മുടെ ആ ഒരു പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അത് കണ്ടിന്യൂ ആയിട്ട് മെസ്സേജുകൾ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ഞാൻ ഈ ഒരു ഭാഗം ക്ലോസ് ചെയ്യാണ്. ഇനി നമുക്ക് ഈ ടൈപ്പ് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമുക്ക് മാറ്റി ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കാണുന്ന ഈ ഒരു മൈനസ് ഐക്കൺ കാണാൻ സാധിക്കും. അത് നമ്മളൊന്ന് 2-3 തവണ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള എല്ലാ ഭാഗങ്ങളും ഇവിടെ നിന്ന് മാഞ്ഞു പോകുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് വീണ്ടും ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് നമ്മുടെ ഫേസ്ബുക്ക് ആയിക്കഴിഞ്ഞാലും ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണോ ടൈപ്പ് ചെയ്യേണ്ടത് അതിന് നേരെ കൊണ്ടുവച്ച് കൊടുത്തിട്ട് അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് സെൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക്
ഒരു സർക്കിൾ കൂടെ കൊണ്ടുവച്ച് കൊടുക്കുക. നേരത്തെ കാണിച്ചതുപോലെ തന്നെ പ്ലേ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇതുപോലെ സെൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു കൺട്രോൾ ബാർ നമുക്ക് ക്ലോസ് ചെയ്യാൻ സാധിക്കുക. ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഈ ഒരു ബാറിൻ്റെ താഴെയായിട്ട് നമ്മുടെ ഈ ഒരു എയറോ ബട്ടൺ ഉണ്ട്. ആ ഒരു ഭാഗം നമ്മളൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് മുകളിലായിട്ട് കാണുന്ന ഈ ഒരു ഇൻഡു ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴെ കാണുന്ന മൾട്ടി ടാർഗറ്റ്സ് മോഡ് എന്ന ഭാഗത്തുള്ള എനാബിൾ ബട്ടൺ അമർത്തിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു കൺട്രോൾ ബാർ വീണ്ടും ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്.